പോകുന്നത് ഫോക്കസ് നമ്പർ 1 ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ സംബന്ധിച്ച വിവരങ്ങളിലേക്കാണ്. ഇന്ന് നമുക്ക് അരമണിക്കൂറാണ് വൈകുന്നേരത്തിനുള്ള സമയം. അതുകൊണ്ട് തന്നെ വളരെ വേഗം 5 വിഷയങ്ങളിലൂടെ കടക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ മുതൽ തന്നെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിന്റെ യഥാർത്ഥ വിവരങ്ങൾ ഇന്നാണ് നമുക്ക് കൂടുതൽ ലഭ്യമാകുന്നത്. കരാറിൽ ഒപ്പുവെച്ചത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഇന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടിരിക്കുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന അധിക തീരുവ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18% കുറച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കാനുള്ള തീരുമാനം ഇന്ത്യയും എടുത്തിട്ടുണ്ട്. അതപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങലാണ് ഈ കരാറിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ് ഈ സംയുക്ത പ്രസ്താവന പുറത്തു വരുന്നതോടുകൂടി. അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ കാർഷിക വിഭവങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നതിനും നികുതി ഇളവുണ്ടാകും. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി സാധനങ്ങൾ അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും. കാർഷിക ക്ഷീര മേഖലകളിൽ നിയന്ത്രിത ഇളവാണ് വരുത്തിയിരിക്കുന്നത്. ചില അമേരിക്കൻ വിളകൾക്ക് തീരുവ കുറയ്ക്കും. ഇതൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇനി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യും ഇന്ത്യ എന്നതാണ്. മണിച്ചോളം, സോയാബീൻ, എണ്ണ, പിസ്ത തുടങ്ങിയവ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിഭവങ്ങളാണ്. ഒപ്പം തന്നെ കശുവണ്ടി, ബദാം, പഴങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യ തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും. അത് വ്യക്തമായിരിക്കുന്നു സംയുക്ത പ്രസ്താവനയിലൂടെ. അമേരിക്കയിൽ നിന്ന് പ്രധാനമായും ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്ന ഉൽപ്പന്നങ്ങൾ ആപ്പിൾ, കാറുകൾക്ക് ആപ്പിളാണ്. ഒപ്പം മദ്യത്തിന് വില കുറയും. സോയാബീൻ എണ്ണ ഇറക്കുമതിക്കുള്ള അനുമതി ഉണ്ട്. കാറുകൾക്ക് വില കുറയും. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ സംയുക്ത പ്രസ്താവന പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്ന വിവരങ്ങൾ. ഇന്ത്യ നികുതി ഇളവ് നൽകാത്ത ചില ഉൽപ്പന്നങ്ങളുണ്ട്. അത് ഓറഞ്ച്, പ്ലം, മുന്തിരി, നാരങ്ങ, വാഴപ്പഴം എന്നിവയ്ക്കാണ് ഇന്ത്യ നികുതി ഇളവ് നൽകിയിട്ടില്ലാത്തവ. ഒപ്പം തേയിലയ്ക്കും ഇന്ത്യ തീരുവ കുറയ്ക്കില്ല എന്നത് വ്യക്തമായിരിക്കുന്നു. മാങ്ങ ഇറക്കുമതിക്കും നിയന്ത്രണം തുടരും. ഇന്ത്യൻ മസാലകൾക്കും ഉള്ളിക്കും ഉരുളക്കിഴങ്ങിനും പൂർണ്ണ സംരക്ഷണം ഉണ്ടാകുമെന്നതാണ് വ്യക്തമാകുന്നത്. ഇവ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണം തുടരും എന്നതും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ആശങ്ക കാർഷിക മേഖലകളെ സംബന്ധിച്ചായിരുന്നു. അവിടെ ഇറക്കുമതി അമേരിക്കയിൽ നിന്നുണ്ടാകുമ്പോൾ ഏതൊക്കെ വിഭാഗങ്ങളെ, കാർഷിക മേഖലയെയും ക്ഷീരമേഖലയെയും എങ്ങനെ ബാധിക്കും എന്നതായിരുന്നു ആശങ്ക. അവിടെ കുറേയേറെ കോംപ്രമൈസിന് ഇന്ത്യ തയ്യാറായിട്ടുണ്ട് എന്നതാണ് സംയുക്ത പ്രസ്താവനയും ഒപ്പം പീയൂഷ് ഗോയലിന്റെ വാർത്താ സമ്മേളനവും കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ഈ കരാർ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നത്. ഇന്ത്യൻ അരി ഇറക്കുമതിക്ക് മുൻഗണന നൽകുമെന്ന് US സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ അരി കയറ്റുമതിയിൽ കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുന്നു എന്നതാണ് അത് വ്യക്തമാക്കുന്നത്. കരാർ ഇന്ത്യയുടെ ക്ഷീരമേഖലയ്ക്ക് കരാറിൽ ഇന്ത്യയുടെ ക്ഷീരമേഖലയ്ക്ക് സംരക്ഷണം ഉണ്ടാകുമെന്ന് ഇന്ത്യ ഇപ്പോഴും പറയുന്നുണ്ട്. പീയൂഷ് ഗോയൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് റബ്ബർ, പ്ലാസ്റ്റിക്, തുണിത്തരങ്ങൾ, തുകൽ, ചെരുപ്പ്, മരുന്നുകൾ, വിമാനഭാഗങ്ങൾ, വാഹന സ്പെയർ പാർട്സ് തുടങ്ങിയവ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിലും ഇളവുണ്ടാകും എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ കയറ്റുമതി മേഖലയിൽ നമ്മൾ എപ്പോൾ മുതൽ ഈ തീരുവ ഉയർത്തിയോ അപ്പോൾ മുതൽ ഏതൊക്കെ മേഖലകളെ ഇത് വലിയ രീതിയിൽ ബാധിച്ചു എന്നത് നമുക്കറിയാം. അതിൽ ഈ തുണി, ഒപ്പം തന്നെ സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി എന്നിവയെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. അവിടെയൊക്കെ കുറേയധികം ആശ്വാസം ഈ കരാർ യാഥാർത്ഥ്യത്തിലാകുന്നതോടുകൂടി ഉണ്ടാകുന്നു എന്നതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങളായി നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടുന്ന കാര്യം. കർഷകരുടെയും ക്ഷീരോത്പാദകരുടെയും താൽപര്യം സംരക്ഷിക്കുമെന്ന് പീയൂഷ് ഗോയൽ ഇന്നും പറഞ്ഞു. ഇന്നും വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പീയൂഷ് ഗോയൽ പറഞ്ഞത് കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നതാണ്. പീയൂഷ് ഗോയലിന്റെ വാക്കുകൾ കേൾക്കാം. कोई लाभ भारत में इंपोर्ट करते हुए दिया गया है, कोई लाभ नहीं दिया गया, कोई रियायत नहीं दी गई है. लोग सोचते थे ना कि भाई किसानी क्षेत्र में सब खुल जाएगा. हमने कोई ऐसा काम नहीं किया है जिसमें किसी भी किसान को नुकसान हो सके. जो वस्तु भारत में सेंसिटिव है, हमारे किसान पर्याप्त मात्रा में बनाते हैं, जिसमें हम आत्मनिर्भर हैं, उन सब वस्तुओं को इस एग्रीमेंट के दायरे से बाहर रखा गया है. उस पर भारत ने कोई छूट नहीं दी है. जैसे कि उदाहरण के लिए GM का बना हुआ
जेनेटिकली मॉडिफाइड कोई वस्तु भारत में नहीं आएगा। मीट, उस पर कोई रियायत नहीं दी गई है। पोल्ट्री, कोई रियायत नहीं दी गई है। डेयरी के कोई वस्तु के ऊपर कोई रियायत नहीं दी गई है। सोया मिल, कोई रियायत नहीं दी गई है। मेज, कोई रियायत नहीं दी गई है। मेज यानी मक्का, कोई रियायत नहीं है। चावल, गेहूं, चीनी, सीरियल्स, ये कोई रियायत नहीं दी गई है। मिलेट जैसे जवार, बाजरा, रागी, कोडो, अमरनाथ, इस पर कोई रियायत नहीं दी गई है। അപ്പോ പീയൂഷ് ഗോയൽ ആവർത്തിച്ച് പറയുന്നു ഇന്ത്യൻ താൽപര്യങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്, അത് കാർഷിക മേഖലയിലെയും ക്ഷീരമേഖലയിലെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തില്ല എന്ന ഒരു ഉറപ്പുകൂടി കർഷകർക്ക്, കാർഷിക മേഖലയ്ക്ക് അദ്ദേഹം നൽകുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴും സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ അതിനെക്കുറിച്ച് പോസിറ്റീവായി പറയുന്ന കാര്യങ്ങൾ. അതേസമയം ഇന്ത്യയും അമേരിക്കയും കരാറിലെത്തിയെന്നും ഇന്ത്യക്കുള്ള നികുതി 18% കുറച്ചെന്നും നേരത്തെ ട്രംപ് ആദ്യം ഇത് വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിലൂടെയാണ്, സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയാണ്. കരാർ സംബന്ധിച്ച വിവരങ്ങൾ അതിനുശേഷം പുറത്തു വരാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ ട്രംപ് പറഞ്ഞിരുന്നതൊക്കെ വിശ്വസിക്കാമോ, ഇതൊക്കെയാണോ നടക്കാൻ പോകുന്നത് എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അത് സംബന്ധിച്ച ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. അപ്പോൾ ഇപ്പോൾ വ്യക്തമാകുന്നു ട്രംപ് പറഞ്ഞത് തന്നെയാണ് ശരി എന്നത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ട്രംപ് പറഞ്ഞതൊക്കെ ശരിയെന്ന് വരുമ്പോൾ 50,000 കോടി രൂപയുടെ ട്രേഡ് നടക്കും എന്നതായിരുന്നു ട്രംപ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും വലിയ ആശങ്കയും അതുതന്നെയായിരുന്നു. 50,000 കോടി ഡോളറിന്റെ കച്ചവടം അമേരിക്കയ്ക്ക് സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നത് ഈ സംയുക്ത പ്രസ്താവന വരുമ്പോൾ വെളിവാവുകയാണ്. കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ഈ ഇന്ത്യൻ താൽപര്യങ്ങൾ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ പോലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നത് തന്നെ പറയണം. US-ൽ നിന്ന് എന്തായാലും 50,000 കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുത്തിരിക്കുന്നു. US-ന്റെ എല്ലാ പരസ്പരം തീരുവ കുറയ്ക്കാനും സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ഈ 50,000 കോടിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള നീക്കം എന്നതാണ് വിശദീകരിക്കപ്പെടുന്നത്. എന്തായാലും US-ന്റെ എല്ലാ വ്യാവസായിക ചരക്കുകൾക്കും കാർഷിക ഭക്ഷണ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ താരിഫ് കുറച്ചിട്ടുണ്ട് എന്നത് സാഹചര്യമാണ്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന മിക്ക ഉൽപ്പന്നങ്ങൾക്കും 18% താരിഫ് തന്നെ അമേരിക്ക ചുമത്തുന്നു എന്നതുമുണ്ട്. കഴിഞ്ഞ നമ്മൾ ഈ താരിഫ് യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ളതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇപ്പോഴും ഈ 18% എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് 18% എന്നതിൽ തന്നെ നിൽക്കേണ്ടി വരുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഇനിയും വ്യക്തത വരാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി നിരീക്ഷിക്കാനുള്ള അമേരിക്കയുടെ പ്രത്യേക സമിതിക്ക് ഇന്ത്യ വഴങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അത് ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. ട്രംപിന്റെ ശനിയാഴ്ച പുറത്തുവിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരമാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അത് ഉന്നതതല സമിതി എണ്ണയുടെ ഇറക്കുമതി സംബന്ധിച്ചുള്ള നിരീക്ഷണം നടത്തുമെന്നതാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അമേരിക്ക നിരീക്ഷിക്കും എന്ന ഒരു സാഹചര്യം കൂടി വരുന്നു. അത് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ട്രംപ് പറഞ്ഞ രീതിയിലാണ് ഈ കരാർ എന്നത് വ്യക്തമായിരിക്കുകയാണ്. അതിനപ്പുറമാണ് ഈ നിരീക്ഷണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന സാഹചര്യം അപ്പോഴും അവ്യക്തമായി തുടരുന്നത്. റഷ്യയിൽ നിന്ന് എത്ര എണ്ണ വാങ്ങും എന്ന കാര്യമാണ്. വലിയ വിമർശനമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വലിയ വിമർശനം ഉയരുന്നു. ഇന്ത്യൻ താൽപര്യങ്ങൾ ബലികഴിച്ചു എന്നതാണ് വിമർശനം. ഈ ഡീൽ US കർഷകർക്കാണ് ഏറ്റവും ഗുണകരമെന്ന് സംയുക്ത പ്രസ്താവനയിൽ നിന്ന് വ്യക്തമായെന്നാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നത്. ജയറാം രമേശ് അത്തരം ആരോപണങ്ങൾ ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. നാണം കെടുത്തുന്ന തോൽവിയാണ് വിജയം എന്ന പേരിൽ വിൽക്കപ്പെടുന്നത് എന്നതാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേര ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ തോൽവി എന്ന നിലയിലാണ് പ്രതിപക്ഷം കാണുകയും പരാമർശിക്കുകയും ചെയ്യുന്നത്. അപ്പോഴും റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടിയുമിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.